ഒരു ഫോക്ക് കലാരൂപമാണോ, നാടൻ കലാരൂപമോ, ഏതെങ്കിലും പ്രത്യേക ഗ്രാമത്തിൻ്റെത് മാത്രമായ ഒരു കലാരൂപമാണോ? അല്ല. സിനിമ അല്ല. പെർഫോമിംഗ് ആർട്ട് ആണെന്നുള്ളത് ശരിയാണ്. അതെ അതെ അതെ. തിയേറ്റർ ആക്ടിവിസ്റ്റ് ആണോ? യെസ്. Would you like to address her or define her as a revolutionary? യെസ്. ഈ എപ്പിസോഡിന് താഴെ യൂട്യൂബിൽ കമൻ്റ് ഇടുന്നവർ ജിയോ ബേബിക്ക് എഴുതാൻ സാധ്യതയുള്ള കമൻറ്റുകളിൽ ഒന്ന് നിലപാട് എന്നും ഒരു പ്രണയത്തിൻ്റെ ചിഹ്നമൊക്കെ ആകാൻ സാധ്യതയുണ്ട്. ഞാൻ വിചാരിക്കുന്ന ആളാണെങ്കിൽ നോക്കാം. താങ്കൾ വിചാരിച്ച വ്യക്തി കലയിലൂടെ through her artistic performance has she ever become one of the richest in the place? യെസ്. ഇന്ത്യൻ വേദികളുടെ ചരിത്രത്തിൽ, ഇന്ത്യയിലെ ഭാരതീയ വേദി കലാപ്രകടനങ്ങളുടെ ചരിത്രത്തിൽ ആദ്യമായി പാർശ്വമായ നഗ്നതാ പ്രദർശനം പൊതുവേദിയിൽ അവതരിപ്പിച്ചു എന്ന പ്രശസ്തി, എന്ന ഖ്യാതി, അതൊരു നെഗറ്റീവ് റീസൺ അല്ല, പോസിറ്റീവ്. അതിപ്പോൾ അതിലോട്ട് വരാം. ഖ്യാതി താങ്കൾ വിചാരിച്ച വ്യക്തിക്കാണോ? അതെ. മനു പിള്ളയുടെ പുതിയ പുസ്തകത്തിൽ അവരെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ടോ? ഉണ്ട്. പക്ഷെ അത് ഞാൻ ഇത്ര നീളാൻ പാടില്ല. താങ്കളോട് ഞാൻ നൃത്തം എന്ന് ചോദിച്ചപ്പോൾ താങ്കളൊന്ന് ആലോചിച്ചതിന് ശേഷം നൃത്തം അല്ല എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ അവിടെ ഒരു സ്പാർക്ക് വരണമായിരുന്നു. നർത്തകികളെ ഒരു കാലഘട്ടത്തിൽ വിശേഷിപ്പിച്ചിരുന്നത് കൂത്തച്ചികൾ എന്നാണ്. കൂത്തിനുള്ള അച്ചികളായി നർത്തകിമാരെ നിർവചിച്ചത് കൊണ്ടാണ് ഇന്നും കൂത്തച്ചികളായി നർത്തകർ, മോഹിനിയാട്ടം അടക്കമുള്ള നർത്തകരെ വിശേഷിപ്പിക്കുന്നത്. ഒരു സവർണ ഹെജിമണി, വിശേഷ ബ്രാഹ്മണിക്കൽ ഹെജിമണിയുടെ ഇരകളും അടിമകളുമായി സ്ത്രീകൾ കാണപ്പെട്ടിരുന്ന ഒരു കാലഘട്ടം. ദേവന് താഴെ നിൽക്കുന്നവൻ്റെയും ദാസിയായി മാറുന്നവളാണ് ദേവദാസി എന്ന് കരുതപ്പെട്ടിരുന്ന ഏറ്റവും കെട്ടുപോയ ഒരു കാലഘട്ടത്തിൻ്റെ നടുവിൽ ഇന്ത്യൻ നാടകവേദിയുടെ എന്നല്ല ലോക നാടകവേദിയുടെ ചരിത്രം പരിശോധിച്ചാൽ ഏറ്റവും ഉജ്ജ്വലമായ തിളക്കങ്ങൾ, വനിതകളുടെ സാന്നിധ്യം ബോധപൂർവം ചരിത്രം മറച്ചു കളയാൻ ശ്രമിച്ചാലും തിളക്കമുള്ള ചില നക്ഷത്രങ്ങൾ ബാക്കിയാകും. അവരൊക്കെ പൊരുതിക്കയറി വന്നത്, നിലമ്പൂർ ഐശ്യ അടക്കമുള്ളവർ പൊരുതിക്കയറി വന്നത് സമൂഹത്തിൻ്റെ പല കൽപ്പനകൾക്കും എതിരെ പൊരുതിക്കൊണ്ടാണ്. തമിഴ്നാട്ടിൽ ബ്രാഹ്മണിക്കൽ ഹെജിമണിയുടെ മുഖം ചുളിക്കാൻ കാരണമായ രീതിയിൽ പുരുഷവേഷം കെട്ടി നായകനായി മാറുകയും പാർശ്വമായ നഗ്നത പ്രദർശിപ്പിക്കേണ്ടി വന്നപ്പോൾ വേദിയിൽ പാർശ്വനഗ്നത പ്രദർശിപ്പിച്ചു എന്നാണ് പറയുന്നത്. അതെ. പക്ഷെ അതൊന്നും അല്ല പ്രധാനം അങ്ങനെ അതിജീവിച്ച് വന്ന ഒരു സ്ത്രീ അവരൊരു നാടക കമ്പനി ഉണ്ടാക്കി. ആ നാടക കമ്പനിക്ക് അവരുടെ പേര് കൊടുത്തു. അതെ. ആൻഡ് ക്യാൻ യു ഇമാജിൻ, ആ കാലഘട്ടത്തിൽ തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ റിച്ചസ്റ്റ് ലേഡിയായി, സ്ത്രീകളിൽ ഏറ്റവും സമ്പന്ന, സ്വതന്ത്ര വരുമാനമുള്ള സ്ത്രീകളിൽ തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ സമ്പന്നയായ സ്ത്രീയായി അവർ മാറി. അന്ന് അവരെ റാണി എന്ന് വിളിച്ചിരുന്നു, തമിഴ് നാടക റാണി എന്ന് വിളിച്ചിരുന്നു. ദാറ്റ് ഈസ് എ ഗ്രേറ്റ് സെലക്ഷൻ. കാതലിൻ്റെ സംവിധായകനിൽ നിന്ന്, ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിൻ്റെ സംവിധായകനിൽ നിന്ന്, ശ്രീധന്യ കാറ്ററിംഗിൻ്റെ സംവിധായകനിൽ നിന്ന് അത് പ്രതീക്ഷ. സന്തോഷം. പേരാണ് ഞാൻ മറന്നുപോയോ എന്നൊരു സംശയമുണ്ട്. പേര് മറക്കാൻ സാധ്യതയില്ല എന്നെ. അതെ. ഒരു സ്ഥലത്തുണ്ടായ വിവാദത്തെ തുടർന്ന് പിന്നീട് രാഷ്ട്രീയത്തിൻ്റെ പശ്ചാത്തലത്തിൽ എല്ലായിടത്തും അന്യൻ്റേത് അപഹരിക്കുന്നവരുടെ പ്രവർത്തനങ്ങൾക്ക് ആ പേര് വന്നുവെങ്കിലും ആ പേരല്ല ആ സ്ഥലത്തിൻ്റെ പ്രാധാന്യം. ആ സ്ഥലത്തിൻ്റെ പ്രാധാന്യം എന്ത് എന്ന് എന്നോട് ചോദിച്ചാൽ ആ പേര് രാഷ്ട്രീയത്തിൽ അഴിമതിക്ക് പകരമായി ഉപയോഗിക്കുന്നു എന്നതല്ല, മറിച്ച് അവിടെ ജനിച്ച് ജീവിച്ച് പൊരുതിയ നാടകം എന്ന കലയിലൂടെ, അരങ്ങ് എന്ന മാധ്യമത്തിലൂടെ ആവിഷ്കാരത്തിൻ്റെ സർവ്വസാധ്യതകളും ആ കാലഘട്ടത്ത് പ്രയോഗിക്കാൻ, അതിൽ വിജയിക്കുവാൻ കഴിഞ്ഞ പോരാളിയായ ഒരു വനിതയുടെ പേരാണ് ആ സ്ഥലത്തിന് പ്രാധാന്യം. താങ്കൾ വിചാരിച്ചത് ഇന്ത്യൻ നാടക ചരിത്രത്തിലെ ഏറ്റവും മഹത്തായ സ്ത്രീ തിളക്കമായ ബാലാമണി കമ്പനി എന്ന നാടക കമ്പനി ആരംഭിച്ച കുംഭകോണം ബാലാമണിയാണോ? യെസ്. ഗ്രേറ്റ് സെലക്ഷൻ. കുംഭകോണം ബാലാമണി
തമിഴ് തിയേറ്റർ ആർട്ടിസ്റ്റ്. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലും 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലും തമിഴ് തിയേറ്ററിന്റെ രാജ്ഞി എന്നറിയപ്പെട്ടിരുന്ന മുൻനിര തമിഴ് സ്റ്റേജ് നടിയായിരുന്നു. സ്ത്രീകൾക്ക്, പ്രത്യേകിച്ച് ദേവദാസി സമുദായത്തിൽ നിന്നുള്ളവർക്ക് സാമൂഹിക അവഹേളനങ്ങൾ അഭിമുഖീകരിക്കുകയും പരമ്പരാഗതമായ തൊഴിലുകൾക്കപ്പുറം പലപ്പോഴും അവസരങ്ങൾ നിഷേധിക്കപ്പെടുകയും ചെയ്തിരുന്ന ഒരു കാലഘട്ടത്തിൽ പ്രതിബന്ധങ്ങൾ തകർത്ത് തമിഴ് നാടകവേദിയിലെ മുൻനിര കലാകാരിയായി മാറി. സ്റ്റേജിൽ പുരുഷന്മാർ ആധിപത്യം പുലർത്തിയിരുന്ന കാലത്ത് സ്ത്രീകളുടേതായ ഒരു നാടക കമ്പനി കൈകാര്യം ചെയ്ത അവർ പെർഫോമിംഗ് ആർട്സിൽ സ്ത്രീകൾക്കു വേണ്ടി വേദികൾ ഒരുക്കി. അവരുടെ പ്രകടനങ്ങൾ കാണാൻ വരുന്നവർക്കു വേണ്ടി ബാലാമണി സ്പെഷ്യൽ എക്സ്പ്രസ് എന്ന പേരിൽ പ്രത്യേക ട്രെയിൻ സർവീസുകൾ ആരംഭിക്കും വിധത്തിൽ പ്രശസ്തയായിരുന്നു അവർ. ദേവദാസികളെയും പാർശ്വവൽക്കരിക്കപ്പെട്ട സ്ത്രീകളെയും ശാക്തീകരിക്കുന്നതിൽ ബാലാമണി വഹിച്ച പങ്ക് നിർണായകമായിരുന്നു. നാടകരംഗത്ത് സ്ത്രീകൾക്ക് കൂടുതൽ സ്വീകാര്യത നൽകുന്നതിന് അവരുടെ പ്രവർത്തനങ്ങൾ വഴിയൊരുക്കുകയും ചെയ്തു. അവരുടെ സംഭാവനകൾ തമിഴ് നാടകവേദിയുടെയും സ്ത്രീ ശാക്തീകരണത്തിന്റെയും ചരിത്രത്തിലെ ഒരു പ്രധാന അധ്യായമായി ഇന്നും തുടരുന്നു.